Hello friends, welcome to my YouTube channel Andro Creations. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡ്വാൻസ് യൂസേഴ്സിന് വേണ്ടിയുള്ള ടോപ്പിക്കുകളാണ്. അതിൽ ഒന്ന് രണ്ട് ടോപ്പിക്കുകൾ കഴിഞ്ഞു, ഒന്ന് രണ്ട് എപ്പിസോഡുകൾ കഴിഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, തീർച്ചയായിട്ടും കാണുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസുകൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അഡ്വാൻസ് യൂസേഴ്സിന് വേണ്ടി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കേണ്ട കുറച്ച് മാറ്റങ്ങൾ കൂടി ഇന്ന് പറയാനുണ്ട്. അതുകൂടി കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ നമ്മുടെ ഫോണിൽ കൊണ്ടുവരുന്നത് അത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിലൂടെയൊക്കെ കാണിച്ചു തരാം. അതായത് റൂട്ടിങ്, ബൂട്ട്ലോഡർ അൺലോക്ക്, ഫേംവെയർ വർക്കിംഗ്, കസ്റ്റമർ റോം ഇൻസ്റ്റാളിങ്ങും അതുപോലെ തന്നെ ബൂട്ട് ലോഗോ ചേഞ്ചിങ്, ഇതൊക്കെ ആനിമേഷൻ ചേഞ്ചിങ്, ഇതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലൂടെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസുകൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, അഡ്വാൻസ് സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക, അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമായിട്ട് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യം റിക്കവറി മോഡ്. നമ്മുടെ ഫോണിലും ഒരു റിക്കവറി മോഡ്, ഏതൊരു ഫോണിലും ഒരു റിക്കവറി മോഡ് ഉണ്ടാവും. പക്ഷേ രണ്ട് ടൈപ്പിലാണ് റിക്കവറി മോഡ്. രണ്ട് ടൈപ്പിലുള്ള റിക്കവറി മോഡ് ഉണ്ടെന്നാണ് റിക്കവറി മോഡുകളുണ്ട്. ഒന്ന് സ്റ്റോക്ക് റിക്കവറി മോഡും, രണ്ട് കസ്റ്റം റിക്കവറി മോഡും. ഓക്കെ, എന്താണ് ഈ സ്റ്റോക്ക് റിക്കവറി മോഡ്, എന്താണ് ഈ കസ്റ്റം റിക്കവറി മോഡ്? നമ്മളൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് കമ്പനിക്കാർ തന്നെ നൽകിയിരിക്കുന്ന റിക്കവറി മോഡാണ് സ്റ്റോക്ക് റിക്കവറി മോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണൊക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ലഭിക്കുന്ന ഒരു റിക്കവറി മോഡുണ്ട്. ആ റിക്കവറി മോഡിനെയാണ് സ്റ്റോക്ക് റിക്കവറി മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനി മൊബൈലിൽ സാധാരണഗതി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അത് സ്റ്റോക്ക് റിക്കവറി മോഡാണുള്ളത്. അതിൽ യാതൊരുവിധ മോഡിഫിക്കേഷൻ, ആ സ്റ്റോക്ക് റിക്കവറി മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ യാതൊരുവിധ മോഡിഫിക്കേഷനും യാതൊരുവിധ ചേഞ്ചസും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. മെയിനായിട്ട് നമ്മുടെ ഫോൺ ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ഫയലുകൾ വൈപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിൽ സ്റ്റോക്ക് റിക്കവറി മോഡ് കൊണ്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, എന്നാൽ ഈ ഒരു സ്റ്റോക്ക് റിക്കവറി മോഡ് എടുത്ത് കളഞ്ഞതിന് ശേഷം, ഈ ഒരു സ്റ്റോക്ക് റിക്കവറി മോഡ് മാറ്റിയ ശേഷം അവിടെ ഒരു കസ്റ്റമർ റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു കസ്റ്റമർ റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്റ്റോക്ക് റിക്കവറി വൈപ്പ് ചെയ്ത് കളഞ്ഞ് കസ്റ്റം റിക്കവറി അതിലേക്ക് നമ്മുടെ ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവരണം. ഈ കസ്റ്റം റിക്കവറി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമുക്കൊരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ഈ കസ്റ്റം റിക്കവറി മോഡ് ഉപയോഗിച്ച് നമ്മുടെ ഫോണിലെ സകലമാന കാര്യങ്ങളും ബാക്കപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ കസ്റ്റമർ റിക്കവറി മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് A to Z കാര്യങ്ങളും ഈ ഒരു കസ്റ്റമർ റിക്കവറി മോഡ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും. എന്നാൽ സ്റ്റോക്ക് റിക്കവറി മോഡ് ഉപയോഗിച്ച് നമുക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ കസ്റ്റമർ റിക്കവറി മോഡ് നമ്മുടെ ഫോണിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്തിരിക്കണം. ഫസ്റ്റ് മെത്തേഡ് ബൂട്ട്ലോഡർ അൺലോക്കിംഗ്, രണ്ടാമത് റിക്കവറി മോഡ് കസ്റ്റമർ റിക്കവറി മോഡ് ഇൻസ്റ്റാൾ. ഈ രണ്ട് കാര്യങ്ങളുമാണ് രണ്ടാമത് ഒരു അഡ്വാൻസ് യൂസേഴ്സുകൾ ആദ്യമായി ഫോണിൽ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന് ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്യുക, രണ്ട് റിക്കവറി മോഡ് അല്ലെങ്കിൽ കസ്റ്റമർ റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റം റോമാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പുതിയ കസ്റ്റം റോം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നില്ലല്ലേ? ഓക്കെ, എന്താണ് ഈ കസ്റ്റം റോം? നമ്മുടെ മൊബൈൽ കമ്പനിക്കാർ നൽകിയിരിക്കുന്ന റോമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൂട്ട് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഫോൺ ഒരു പുതിയൊരു ഫോൺ കമ്പനിക്കാർ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ അവരുടേതായ കുറച്ച് ഫീച്ചേഴ്സുകളും കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടേതായ ചില ആപ്ലിക്കേഷൻസുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു റോം ആയിരിക്കും അവർ അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവർ തന്നിരിക്കുന്ന ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുള്ളൂ. അതിനെയാണ് സ്റ്റോക്ക് റോം എന്ന് പറയുന്നത്. കമ്പനിക്കാർ നൽകിയിരിക്കുന്ന റോമിനെയാണ് സ്റ്റോക്ക് റോം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് റോം വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് റോം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു തേർഡ് പാർട്ടി ഡെവലപ്പർമാർ, അതായത് മറ്റ് ഏതെങ്കിലുമൊക്കെ ഡെവലപ്പർമാർ നമ്മുടെ മൊബൈലിന് വേണ്ടി നിർമ്മിച്ച് നൽകിയിരിക്കുന്ന റോമുകളെയാണ് കസ്റ്റം റോം എന്ന് പറയുന്നത്. അതായത് കമ്പനിക്കാർ നൽകിയിരിക്കുന്ന റോമിനെ സ്റ്റോക്ക് റോം എന്നും, എന്നാൽ നമ്മുടെ ഫോണിന് വേണ്ടി മറ്റു ഒരു തേർഡ് പാർട്ടി ഡെവലപ്പർമാർ നിർമ്മിച്ചു കൊടുക്കുന്ന റോമിനെ കസ്റ്റം റോം എന്നും പറയുന്നു. ഒരുപാട് കസ്റ്റം റോമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡൽ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുമായി റിലേറ്റഡ് ആയിട്ടുള്ള കസ്റ്റം റോമുകൾ ഏതൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഫോണിൽ ഏതേഷ്ടം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കസ്റ്റം റോം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മുടെ ഫോണിൻ്റെ ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്യണം, രണ്ട് റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. റൂട്ടിംഗ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, 3 എക്സ്പോസ്ഡ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, എക്സ്പോസ്ഡ് മോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ഫേംവെയർ വർക്ക് എന്ന് പറയും. ഈ ഒരു എക്സ്പോസ്ഡ് മോഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കമ്പനിക്കാർ നൽകിയിരിക്കുന്ന റോം അല്ലെങ്കിൽ കമ്പനിക്കാർ നൽകിയിരിക്കുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ആ സോഫ്റ്റ്വെയർ നമുക്ക് യാതൊരുവിധ മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കത്തില്ല. വേണമെങ്കിൽ ആ ഒരു കമ്പനിക്കാർ നൽകിയിരിക്കുന്ന റോമിനെ നമുക്ക് എടുത്തു കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്കൊരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം. സ്റ്റോക്ക് റോം കമ്പനിക്കാർ നൽകിയിരിക്കുന്ന സ്റ്റോക്ക് റോം എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്കൊരു കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം. എന്നാൽ സ്റ്റോക്ക് റോമിൽ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി
ഓക്കെ, നമ്മുടെ ഫോണിൽ സ്റ്റോക്ക് റോമിൽ തന്നെ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ കസ്റ്റം റോമിലുള്ള ഫീച്ചേഴ്സുകൾ നമ്മുടെ സ്റ്റോക്ക് റോമിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പോസ്ഡ് മോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിന് ഒരുപാട് മൊഡ്യൂൾസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിലും മറ്റുമൊക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻസ് പോലെ തന്നെ ഒരുപാട് മൊഡ്യൂൾസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യഥേഷ്ടം നമ്മുടെ സ്റ്റോക്ക് റോമിൽ തന്നെ നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഒരു വർക്കിംഗ് ആണ് എക്സ്പോസ്ഡ് ഫേമാവർക്ക് അല്ലെങ്കിൽ എക്സ്പോസ്ഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സ്പോസ്ഡ് മോഡ് നമ്മുടെ ഫോണിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്തിരിക്കണം, റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, പഴയകാല ഫോണുകളിലൊക്കെ ഏകദേശം ലോലിപോപ്പ് കിറ്റ്കാറ്റ് ലോലിപോപ്പ് വേഷം വരെയുള്ള ഫോണുകൾക്ക് റൂട്ട് ചെയ്താൽ മാത്രം മതി എക്സ്പോസ്ഡ് ഇൻസ്റ്റാൾ ചെയ്യാം. റിക്കവറി മോഡ് ബൂട്ട്ലോഡർ ഒന്ന് അൺലോക്ക് ചെയ്യേണ്ട ആവശ്യമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകൾക്കും എക്സ്പോസ്ഡ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂട്ട്ലോഡർ ഫസ്റ്റ് അൺലോക്ക് ചെയ്യണം, റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇത്. റൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾക്ക് റൂട്ടിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബൂട്ട്ലോഡർ അൺലോക്ക് ചെയ്യണം, റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യണം, അതിനുശേഷമാണ് റൂട്ടിങ്ങിലേക്ക് പോകേണ്ടത്. പണ്ടത്തെ ഫോണുകൾക്കൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിക്കവറി മോഡ് ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ റൂട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ റൂട്ടിങ്ങിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് സേഫ് മെത്തേഡ്. ഓക്കെ, അല്ലാതെയൊക്കെ ചെയ്യണവരുണ്ട്, പക്ഷേ അതൊക്കെ നമ്മുടെ ഫോൺ ബ്രിക്ക് ആവാനും മറ്റു കാര്യങ്ങൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു അഡ്വാൻസ് യൂസേഴ്സ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് കുറച്ച് റിസ്കിങ് ഫാക്ടറുകളൊക്കെ ഉണ്ട്. നല്ല കറക്റ്റായിട്ടുള്ള ഫയലുകളും മറ്റു കാര്യങ്ങളും മറ്റെല്ലാം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ഫോണിനെ ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്കൊരു മടുപ്പ് തോന്നുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു ഫോൺ വാങ്ങാൻ നമ്മുടെ കയ്യിൽ പൈസയില്ല, നമുക്ക് നമ്മുടെ ഫോണിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ താല്പര്യമുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ ഒരു അഡ്വാൻസ് യൂസേഴ്സ് ആവുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ കൊണ്ടുവരാൻ സാധിക്കും. ഒരു പുതിയൊരു ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകളുണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകൾ എന്തൊക്കെ ഫീച്ചേഴ്സുകളുണ്ടോ അതൊക്കെ നമ്മുടെ പഴയ ഫോണുകളിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ ഒരുപാട് മൊഡ്യൂൾസുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഇതുമായി റിലേറ്റഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ ഞാൻ വരും ദിനങ്ങളിലെ വീഡിയോസുകളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.